നെടുമ്പാശ്ശേരിയിൽ CSF ഉദ്യോഗസ്ഥർ യുവാവിനെ കാർ ഇടിച്ചു കൊലപ്പെടുത്തി. അങ്കമാലി സ്വദേശിയായ ഐവിൻ ജിജോയെ കാർ ഇടിപ്പിച്ച ശേഷം റോഡിലൂടെ വലിച്ചിഴച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയായിരുന്നു. വാഹനം ഓവർടേക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇതുപോലുള്ള വലിയ ക്രൂരതയിലേക്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നടപടിയുണ്ടായത്. CISF ഉദ്യോഗസ്ഥർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന CISF ഉദ്യോഗസ്ഥരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത്. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. Why did you show me this? Why did you show Marcom? So, this is the way to overtake? Yes. I saw the why? So, this is the way. This is the highway or what? No, it's not the way. Then what is the way to? I'm going to the family now. I can't follow you. This is the way to overtake. Why did you join me later? Because I don't know. I call the police. നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ. എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്? അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു യൂണിഫോം ഫോഴ്സിന്റെ ഭാഗമായ ആളുകളിൽ നിന്ന് ഇത്രയും ക്രൂരത ഉണ്ടാകുന്നത് എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്നടക്കം വ്യക്തമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്ഥലത്ത് ഫോറൻസിക് പരിശോധന പൂർത്തിയായിരിക്കുന്നു. നേരത്തെ ആ പരിശോധന നടന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അരുൺ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പരിശോധന പൂർത്തിയായിട്ടുണ്ടല്ലോ. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ഈ ക്രൂരതയുടെ ആഴം അത് എത്രത്തോളമായിരുന്നുവെന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് ഫോറൻസിക് വിഭാഗം. അതോടൊപ്പം തന്നെ വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റൂറൽ SP സ്ഥലത്തെത്തും. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. കഴിഞ്ഞ രാത്രിയിലാണ് ഈ ദാരുണ കൊലപാതകം നടന്നത്. രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ തർക്കം തുടങ്ങുന്നത്. അതായത് വാഹനത്തിന് വഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിൽ കലാശിച്ചത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ വെച്ചിട്ടാണ് തർക്കം ഉണ്ടാകുന്നത്. രണ്ടുപേരും കാറിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. കാറിന് വഴി നൽകാത്തതിലുള്ള തർക്കമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇരുവരും പുറത്തിറങ്ങി സംസാരിച്ചു. പിന്നീട് ഈ പുറത്തിറങ്ങി നിന്നിരുന്ന ഐവിനെ ഈ CISF ഉദ്യോഗസ്ഥൻ കാറുകൊണ്ട് ഇടിപ്പിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ഐവിൻ ഈ CISF ഉദ്യോഗസ്ഥന്റെ കാറിന്റെ ബോണറ്റിലേക്ക് വീണു. ബോണറ്റിലേക്ക് വീണ ഐവിനെയും കൊണ്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തേക്ക് വണ്ടി വന്നു. അവസാനം ഈ ബോണറ്റിലെ പിടി വീണ് ഐവിൻ റോഡിലേക്ക് വീഴുകയായിരുന്നു. ആ റോഡിലേക്ക് വീണ ഐവിനെയും നിരക്കിക്കൊണ്ട് പിന്നെയും ഏകദേശം മീറ്ററോളം കാറ് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഐവിന്റെ മരണം സംഭവിച്ചത്. നാട്ടുകാർ പറയുന്നത് ഈ കാറിന്റെ അടിയിൽ നിന്ന് ഐവിനെ വലിച്ചെടുക്കുകയായിരുന്നു. ചതഞ്ഞരഞ്ഞ അവസ്ഥയിലായിരുന്നു ഐവിന്റെ ശരീരം ഉണ്ടായിരുന്നത്. ആംബുലൻസിലായിരുന്നു ഐവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. മറ്റു വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ആ ശരീരത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആംബുലൻസിലാണ് ഐവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാർ ഓടിച്ചിരുന്ന വിനയ്കുമാർ എന്ന CISF SIക്കും മർദ്ദനമേറ്റിരുന്നു. കാരണം നാട്ടുകാർ വന്ന് കാണുമ്പോൾ അത്ര ദാരുണമായൊരു സാഹചര്യത്തിലായിരുന്നു അവനുണ്ടായിരുന്നത്. അതിൽ ആ ഒരു ഘട്ടത്തിൽ അടുത്തുകൂടിയിരുന്ന നാട്ടുകാർ ഇയാളെ വിനയ്കുമാറിനെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. വിനയ്കുമാർ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ CISF കോൺസ്റ്റബിളാണ്, മോഹൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇയാൾ ഇന്ന് ഈ സംഭവത്തിന് ശേഷം ഇന്ന് ഡ്യൂട്ടിക്ക് ഹാജരായി എന്നുള്ളതാണ് അറിയുന്നത്. ഈ ഡ്യൂട്ടിക്ക് ഹാജരായ മോഹനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് നെടുമ്പാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടിമുതൽ എന്ന് പറയുന്നത് ഈ CISF കോൺസ്റ്റബിൾ അല്ലെങ്കിൽ SIയും കൂടെ സഞ്ചരിച്ച കാറാണ്. ആ കാറ് പക്ഷേ ഇന്നലെ രാത്രി ക്രൈം സ്പോട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. ഇന്നലെ രാത്രി മുഴുവൻ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ വാഹനം ഉണ്ടായിരുന്നത്. അതിനുശേഷം രാവിലെ 7 മണിയോട് കൂടിയാണ് ആ വാഹനം നേരെ തിരികെ ഈ ക്രൈം സ്പോട്ടിൽ കൊണ്ടിടുകയും പിന്നീട് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നത്. ഈ വാഹനം എന്ന് പറയുന്ന വാഹനം